വണക്കം, വന്ദനം, നമസ്കാരം, ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി സ്വാഗതം ചെയ്യുകയാണ്. ട്രേഡർ ഓപ്ഷൻ ട്രേഡർ, വെൽക്കം ടു യു ഓൾ. ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നമ്മൾ വേറെ മാക്സിമം ഈ വീഡിയോ ഒരു 2 മിനിറ്റ് കാണത്തുള്ളൂ. 2-3 മിനിറ്റിനകത്തുള്ള ഡിസ്കഷനാണ് എവറി ഡേ നമ്മളിടാൻ ശ്രമിക്കുന്നത്. ഇത് ബാങ്ക് നിഫ്റ്റി ഞാനൊരു ഓപ്ഷൻ ബയറാണ്. മൊബൈലിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. നമുക്ക് വലിയ ലാപ്ടോപ്പോ വലിയ ടി വിയോ അങ്ങനത്തെ സെറ്റപ്പൊന്നും ഉണ്ട്. പക്ഷേ നമ്മൾ മാക്സിമം ഞാൻ വർക്കിലായതുകൊണ്ട്, ഒഫീഷ്യൽ വർക്കും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ട്രേഡിങ് ഒരു പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇതിനകത്തുണ്ടോ മുകളിൽ നിന്ന് മൂന്നാമത് ഉള്ള ഒരു സ്ക്രിപ്റ്റ്, അതായത് ബാങ്ക് നിഫ്റ്റി സ്പോട്ടാണത്. അത് 51,462. അതിൻ്റെ തൊട്ട് താഴെ ഉള്ളത് ഫീച്ചറാണ്, കണ്ടിന്യൂവേഷൻ ചാർട്ടാണ്. ഞാൻ ഫീച്ചർ നോക്കിയാണ് ട്രേഡുകൾ എൻട്രി എടുക്കുന്നത്. സോ അത് 51,871 ഇരിക്കുന്നത്. സോ ആൾമോസ്റ്റ് ഒരു 300-350 പോയിൻറ്റിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീച്ചറിനും സ്പോട്ടിനും കാണാൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ലെവൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ലെവൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും ഒരു 15 മിനിറ്റിൻ്റെ ചാർട്ടാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ലെവൽ നിങ്ങൾ നോക്കുക. അതായത് 51,250 ഒരു റെസിസ്റ്റൻ്റ് ആയിട്ടും താഴെ 51,560 അല്ലെങ്കിൽ 550 ഒരു സപ്പോർട്ടുമായിട്ടും ഫ്യൂച്ചറിൽ വർക്കാകും. ഇന്നൊരു ബാലൻസ് മോഡിലോട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ചെറിയ റേഞ്ചാണ് നമുക്ക്, ഡേ റേഞ്ച് 300-300-300-നകത്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ റേഞ്ച് ചെറുതാണെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ് കിട്ടത്തില്ല. അതുകൊണ്ട് ഇത് നോക്കുക, ഈ 2 റെസിസ്റ്റൻറ്റും ഈ സപ്പോർട്ടും 52,250 അവിടെയാണ് രാവിലെ ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ ഒരു സ്കാൽപ്പിംഗ് ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ അവിടെ താഴോട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അല്ല ഫ്ലാറ്റ് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ബാങ്ക് നിഫ്റ്റി എന്താണ് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ എന്ന്. ഇത് ഫീച്ചറാണ്. ആരെങ്കിലും സ്പോട്ട് ബേസ് ചെയ്ത് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ലെവൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സ്പോട്ടിൻ്റെ ഈ ലെവൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. 51,900-910 എന്നുള്ളത് ഒരു റെസിസ്റ്റൻറ്റും 51,215 എന്നുള്ളത് ഒരു സപ്പോർട്ടുമായിട്ടാണ് സ്പോട്ടിൽ വർക്കാകുന്നത്. സോ ഈ ലെവലുകൾ സ്പോട്ട് ബേസ് ചെയ്താണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പോട്ട് നോക്കുക, ഫീച്ചർ ആണെങ്കിൽ ഫീച്ചർ നോക്കുക. പക്ഷേ ഈ ഡിഫറൻസ് വലുതായിട്ടുണ്ടെങ്കിലും ഒരു നല്ലൊരു മൂവ് ഇന്ന് കിട്ടാനുള്ള സാധ്യതകൾ കുറവായിട്ടാണ് കാണുന്നത് മാർക്കറ്റിൽ. അത് എല്ലാം നമ്മൾ ജസ്റ്റ് ഇതൊരു അനാലിസിസാണ് പറയുന്നത്. എൻഡ് ഓഫ് ദ ഡേ മാർക്കറ്റാണ് സുപ്രീം, മാർക്കറ്റാണ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. സോ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടും സ്പോട്ടിൻ്റെ ചാർട്ടും അനാലിസിസ് ചെയ്ത് നിങ്ങൾക്ക് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നല്ല നല്ല ട്രേഡുകൾ എടുക്കുക, നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കുക, നിറച്ച് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും നാളെ കാണാം. നിങ്ങളുടെ ഗുരുജി സൈൻ ഓഫ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.